ഇന്ന് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ സമയത്താണ് എന്റെ പിന്നിൽ കാണുന്ന ഈ പെട്രോൾ കയറ്റി വന്ന ടാങ്കർ ലോറി തീപിടിച്ചത്. കോട്ടയം മുട്ടുച്ചിറയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടമുണ്ടാകുന്നത്. എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് പെട്രോളുമായി പോയ വാഹനമാണ് ഈ 6-ാം മൈലിനടുത്ത് വെച്ച് മുട്ടുച്ചിറയ്ക്ക് അടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ആദ്യം തീ കത്തുന്നത് കണ്ട ഉടനെ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. യാദൃച്ഛികമായി ഇതുവഴി വന്ന പോലീസും അതുപോലെ തന്നെ പോലീസെത്തി ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. എല്ലാവരും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തി. എന്തായാലും അടിഭാഗത്തു നിന്നാണ്, വാഹനത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് തീ ആദ്യം മുകളിലേക്ക് കത്തിക്കൊണ്ടിരുന്നത്. എഞ്ചിനിലേക്ക് കത്തുന്നതിലേക്ക് എത്തിയില്ല. അതിനു മുൻപ് തന്നെ തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് ഇത് നയിച്ചേനെ. കായംകുളം സ്വദേശിയായ രാഹുലായിരുന്നു വാഹനം ഓട്ടിച്ചിരുന്നത്. ഏറ്റവും കയറുന്ന ഒരു സ്മെല്ല് അടിച്ചായിരുന്നു. അടിച്ചത് എന്താ നോക്കാനായിട്ട് സൈഡ് ആക്കിയപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ഫയർ കണ്ടു. ഞങ്ങൾ ആദ്യം ഫയർ എക്സ്റ്റിംഗ്വിഷർ അടിച്ചു, അത് കെട്ടില്ല. അപ്പോൾ വീണ്ടും ഇപ്പുറത്ത് കത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഇവിടെ ബ്ലോക്ക് ചെയ്തു. മറ്റു കാര്യങ്ങളൊന്നും ഇതിന് അറിയില്ല, എന്താണ് സംഭവിച്ചത്, എന്തായാലും ഷോർട്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. മഴയൊക്കെ അല്ലേ, വണ്ടി ഫ്രണ്ട് കത്തിയിട്ടുണ്ട്. ടാങ്കറിലേക്ക് തീ വന്നില്ല. അതിനുമ്പ് ഫയർഫോഴ്സ് എത്തി തണുപ്പിച്ചുകൊണ്ട് മുൻഭാഗത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. മുൻഭാഗത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. വണ്ടി കയറി വന്നപ്പോൾ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. കത്തി പിടിച്ചപ്പോൾ തന്നെ പോലീസ് അറിഞ്ഞ് പോലീസ് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനം വന്ന് വലിയൊരു അപകടം ഇവിടെ ഒഴിവാക്കാൻ പറ്റി. അത് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നല്ലൊരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീ കത്താനുള്ള കാരണമെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോട്ടയത്ത് നിന്ന് അനന്തു സുരേഷിനൊപ്പം ഷിനോദ് എസ്, മാതൃഭൂമി ന്യൂസ്.